പാലക്കാട് ചരിത്രം കുറിച്ച് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം. ശക്തമായ ത്രികോണ മത്സരത്തിൽ മണ്ഡലത്തിന്റെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് രാഹുൽ വിജയിച്ചിരിക്കുന്നത്. നഗരസഭയിൽ ലീഡ് ഉണ്ടാക്കുമെന്ന് കരുതിയ ബിജെപിയെ മൂന്നാം റൗണ്ടിൽ തന്നെ പിന്നിലാക്കിയാണ് യുഡിഎഫിന്റെ ചരിത്ര വിജയം. ബിജെപിയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ട് തുടങ്ങിയത്. എന്നാൽ 1057 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ബിജെപിക്ക് കിട്ടിയത്. ഇതോടെ ബാറ്റ് യുഡിഎഫിന്റെ കയ്യിലാണെന്ന് വ്യക്തമായി. രണ്ടാം റൗണ്ടിൽ ബിജെപിയുടെ ലീഡ് 798 കുറഞ്ഞു. മൂന്നാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബിജെപി കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് ലീഡ് ചെയ്തു. 1176 വോട്ടിന്റെ ലീഡ്. ഇതോടെ ബിജെപിയുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. ശക്തി കേന്ദ്രമായ മൂത്താൻതറയിലും വടക്കൻതറയിലും നേരിയ ലീഡ് നേടാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ബിജെപിക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നഗരസഭയ്ക്ക് പുറമെ പിരായിരിയിലും മാത്തൂരും യുഡിഎഫ് ലീഡ് ചെയ്തതോടെ രാഹുൽ 18,840 എന്ന ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച കൃഷ്ണകുമാറിന് വലിയ തിരിച്ചടിയാണ് ഇത്തവണയുണ്ടായത്. 2016 ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട് പോലും നേടാൻ കഴിഞ്ഞില്ല. 39,549 വോട്ട് മാത്രമാണ് ലഭിച്ചത്. പ്രതീക്ഷ വെച്ച പിരായിരിയും മാത്തൂരും കണ്ണാടിയും ബിജെപിയെ കൈവിട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് നേടാൻ കഴിഞ്ഞു എന്നതിന്റെ ആശ്വാസം LDFിനുണ്ട്. 37,293 വോട്ടാണ് സരിൻ നേടിയത്. ബിജെപിയുമായി 2,256 വോട്ടിന്റെ വ്യത്യാസം മാത്രം. യുഡിഎഫിന് അനുകൂല തരംഗമുണ്ടായില്ലെങ്കിൽ സരിൻ കൂടുതൽ നേട്ടമുണ്ടാക്കിയേനെ. എന്തായാലും സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് LDFിന് നഷ്ടക്കച്ചവടമായില്ല. ബിജെപിക്ക് മാത്രമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും തിരിച്ചടിയായത്. ന്യൂസ് മലയാളം, പാലക്കാട്.